അസ്സലാമു അലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബാൽക്കണിയിലെ കറ്റാർ വാഴ പൂത്തിട്ടുണ്ട് കേട്ടോ. കൂടെ സ്നേക്ക് പ്ലാന്റ്, അതായത് സർപ്പപ്പോളയും പൂത്തിട്ടുണ്ട്. സർപ്പപ്പോള പൂത്തിട്ട് ഒരു 2 ആഴ്ച നിന്നിട്ടുണ്ടാകും. പക്ഷേ കറ്റാർ വാഴ അത് പൂക്കാൻ തുടങ്ങിയേ ഉള്ളൂ. സർപ്പപ്പോള പൂത്ത് കിട്ടാനും കുറച്ച് വിഷമമാണ്. അത് ഒരു 5 മുതൽ 10 വർഷം പഴക്കമുള്ള ചെടിയാണ് പൂക്കാറ്. പിന്നെ ആ ചെടിയിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്ത വേറെ അതിൻ്റെ മക്കളുണ്ടാവുമല്ലോ, അവരെ നട്ടാലും അത് ചിലപ്പോഴൊക്കെ സാധ്യമാകും കേട്ടോ. അതിന് കുറച്ച് സ്ട്രെസ്സൊക്കെ കൊടുത്താൽ ഇതിൽ പൂവിടും. ഒന്നാമത് ഇപ്പോൾ നമ്മുടെ ആ ചട്ടി കണ്ടാലറിയാം, നിറയാണ്. അപ്പോൾ അതിൽ ഞാൻ മാറ്റി നട്ടിട്ടൊന്നുമില്ല. അപ്പോൾ റൂട്ട്സ് നിറച്ച് നിൽക്കുന്നുണ്ട്. കണ്ടില്ല, ചട്ടിയിൽ നിറയെ ചെടിയാണ്, റൂട്ട്സ് ഭയങ്കരമാണ്. അപ്പോൾ ഇങ്ങനൊരു സ്ട്രെസ്സ് കൊടുത്താൽ സ്നേക്ക് പ്ലാന്റിൽ പൂവിടും. അതുപോലെ അധികം വെളിച്ചമില്ല, നമ്മൾ ഇൻഡോറിലാണ് മിക്കവാറും വെക്കാറ്. അങ്ങനെ അധികം ഡയറക്റ്റ് വെളിച്ചമില്ലാതെ വെള്ളം കുറച്ച് കൊടുക്കുക. നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുന്നത് നിർത്തിയിട്ട് 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ കൊടുക്കുകയൊക്കെ ചെയ്താൽ ഈ സ്നേക്ക് പ്ലാന്റിൽ പൂവിടും. നല്ലൊരു മണമുള്ള ഒരു പൂക്കളാണ് കേട്ടോ. അതൊരു 2 ആഴ്ചയുമല്ല, അതിലും കൂടുതൽ നിന്നു. ഏകദേശം എല്ലാം ഒരുമിച്ച് പൂക്കുന്ന പോലെയാണ് പൂത്തത് കേട്ടോ. നല്ലൊരു മണമാണ്. നമ്മളപ്പോൾ റൂമിൽ വെച്ചാൽ നല്ലൊരു മനസ്സിന് എന്താ പറയുക, ഒരു സമാധാനം പോലെയാണ് കേട്ടോ. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഹാലായി. അതിൽ വിത്തുകളൊന്നുമില്ല. അത് പൂർണ്ണമായിട്ട് കൊഴിഞ്ഞിട്ട് മേലെ മാത്രം ഇത്തിരി ഉണ്ട്. കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ കണ്ടില്ല, അലോവേരയിൽ മൊട്ടുകൾ ഇട്ടിട്ടുണ്ട്. ഇത് മുഴുവനും ഇതിൻ്റെ മൊട്ടിടൽ വിരിയാൻ തന്നെ 2 ആഴ്ചയിലധികം ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരു പൂ വിരിഞ്ഞു, പിന്നെ അടുത്ത പൂവ്. അലോവേരയിൽ 2-3 ടൈപ്പ് ഉണ്ട് ഫ്ലവർ ആവുന്നത്. ഒരു കടും ഓറഞ്ചും ഇളം ഓറഞ്ച്, പിന്നെ മഞ്ഞ. നമ്മളെ അടുത്തുള്ളത് ഇളം ഓറഞ്ചാണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ പൂവ് കൊഴിയുമ്പോഴത്തേക്കാണിത് അതിൻ്റെ പ്രോസസ്സൊക്കെ മുഴുവനാക്കുന്നത്. കണ്ടില്ല, മൊട്ടുകളൊക്കെ മേലെ വരെയുണ്ട്. ഒരു നമ്മുടെ പൊക്കത്തിലാണിത് അതിൻ്റെ ഒരു തണ്ട് വന്നിരിക്കുന്നത്, പൂവുള്ള. അതിൽ ഏറ്റവും അടിയത്തത് വിരിഞ്ഞിട്ട് ഒരു 2 ദിവസം കണ്ടില്ലേ, അടിയത്തെ വിരിഞ്ഞു. ഒരു 2 ദിവസത്തിലധികം നിൽക്കില്ല എന്നാണ് കേട്ടിരിക്കുന്നത് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞാൽ അത് വിരിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ അടുത്ത വിരിയും. അങ്ങനെ ഓരോന്ന് 1 by 1 ആയിട്ടാണ് അത് വിരിയുന്നത്. വിരിഞ്ഞ് മേലത്തെ വിരിയുമ്പോഴേക്ക് താഴത്തെ ഒക്കെ കൊഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ വിത്തുകളും ആയിട്ടുണ്ടാവും. നമ്മളതിൽ ഒരു കൊലയാണ് വന്നിട്ടുള്ളത്. ചിലതിൽ നിറയെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നല്ല രസത്തിലാണ് ഇത് വിരിയാറ്. ഇതിൻ്റെ ജന്മനാട്ടിൽ, അതായത് അറേബ്യൻ ദേശത്തിൻ്റെ ആ ഒരു ക്ലൈമറ്റ് വെതറൊക്കെ ഏകദേശം ഇതിന് കിട്ടിയാൽ പൂക്കുമെന്നാണ് കേട്ടിരിക്കുന്നത്. അതുപോലെ നല്ല വളവും നല്ല പരിചരണവും ഒക്കെ കിട്ടിയാൽ നമ്മുടെ കറ്റാർ വാഴ പൂത്തിരിക്കും. ഏറ്റവും ആവശ്യം എന്താ, നല്ല വെയിൽ തന്നെയാണ്. ഒരു 6-8 മണിക്കൂർ വരെ, 6-8 മണിക്കൂർ വരെ വെയിൽ കൊണ്ടിരിക്കണം. കണ്ടില്ലേ, ഇതിൽ നിറയെ പപ്സ്, ഇതിൻ്റെ മക്കൾ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ മാറ്റി നടാം. ഇത്തിരി കൂടി വലുതാകട്ടെ കേട്ടോ. ഒരു 1/3 വലിപ്പം, ഈ വലിയ അമ്മയുടെ 1/3 വലിപ്പമാകുമ്പോൾ നമുക്കിതിനെ മാറ്റി നടാം. അപ്പോൾ കണ്ടില്ലേ, ഇത് മഞ്ഞ പൂക്കളുള്ള ഒരു കറ്റാർ വാഴയാണ്. ഇതാണ് ബെസ്റ്റ് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അറിഞ്ഞൂടാ, ഏതായാലും ഇത് നമ്മുടെ അതേ സെയിം കളറാണ്. പിന്നെ റെഡും ഉണ്ട്. ഇത് പൂക്കൾ വിരിഞ്ഞ് കൊഴിഞ്ഞ് പറഞ്ഞാൽ ഓരോ പൂവും 2 ദിവസത്തെ പ്രായം ഉണ്ടാവുള്ളൂ. പിന്നെ അതിൽ വിത്തുകൾ ഇങ്ങനത്തെ വിത്തുകളാവും. നല്ല വളവും അതുപോലെ വെള്ളം ആ മേൽമണ്ണ് ഉണങ്ങിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് വെയിൽ കൊള്ളിക്കുക. വിൻ്ററിൽ, തണുപ്പ് കാലത്ത് വെള്ളം കുറച്ചൊഴിക്കുക. അപ്പോൾ നമ്മുടെ അലോവേരയിൽ പൂ വരും. അതൊരു മാസം വരെ വിരിഞ്ഞ് ഫുള്ള് തീരാൻ 1 മാസം വരെ എടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ കണ്ടില്ല, അതിന് കുറച്ചൊക്കെ ചെറുതായിട്ട് ഉപദ്രവം കിട്ടിയാൽ പൂക്കുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നിനെ തലോടുക, മറ്റേതിനെ ഒന്ന് ഉപദ്രവിച്ചാൽ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചില ദേശത്തും നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. ഹോളി ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പൂജിക്കാറുണ്ട്, പ്രത്യേകിച്ചും അലോവേരയെ. ഈ 2 ചെടികളും നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ഓക്സിജൻ നിറയെ തരുന്ന 2 പ്ലാന്റ്സാണ്. പൂക്കൾ ഇടുന്ന സമയത്ത്
ഭയങ്കര എനർജിയാണ്. ധാരാളം ഇപ്പോൾ ഒരു ഭാഗത്തേക്കാണ് ഒരു ചെടി നട്ടാൽ ഓക്സിജൻ ലഭിക്കുന്നതെങ്കിൽ പൂക്കളിടുമ്പോൾ നാനാ ഭാഗത്തേക്കാണ് ഓക്സിജന് കിട്ടുക എന്നാണ് കേട്ടിരിക്കുന്നത് കേട്ടോ. അലോവേര 4 വർഷം എടുത്താലേ പൂവിടുള്ളൂ. പക്ഷേ ഇത് 1 വർഷം കൂടി ആയിട്ടില്ല. കാരണം ഇതിൻ്റെ അമ്മത്തൈ ഒരു 5-6 വർഷം പഴക്കമുള്ളതാണ്. ഇതുവരെ പൂത്തിട്ടില്ല. അതിൽ നിന്ന് മാറ്റി നട്ടതായിരുന്നു. നമ്മൾ അതിന് തക്കതായ നല്ല പരിചരണം കൊടുത്തതിനാലാകാം ഇതിൽ പൂ വിരിഞ്ഞത്. ഇവിടെ നമ്മുടെ 2 ചെടികളും ജൂലൈ ഓഗസ്റ്റിലാണ് പൂത്തത് കേട്ടോ. ഇത് വിരിഞ്ഞ് തീരുമ്പോഴത്തേക്ക് ഒരു 2 മാസം എടുക്കുന്ന എനിക്ക് തോന്നുന്നത്. ഓരോ ദിവസം ഓരോ പൂക്കളായിട്ടാണ് വിരിയുന്നത്. കൊഴിയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടും. മൊത്തത്തിൽ ഒന്നാകെ പൂത്താൽ നല്ല ഭംഗിയായിരിക്കും. ഒരു ബോട്ടിൽ ബ്രഷ് പോലെയാണ് നമ്മുടെ അലോവേര പ്ലാന്റിൻ്റെ ഫ്ലവർ കാണാൻ. കറ്റാർവാഴ പൂക്കൾക്ക് കാര്യമായിട്ടുള്ള മണമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്കത് അനുഭവപ്പെട്ടിട്ടില്ല. മറ്റേ നമ്മുടെ സ്നേക്ക് പ്ലാന്റിന് നല്ല നേരിയൊരു നല്ലൊരു നറുമണമാണുള്ളത്. ഓരോ ദേശത്തും ഓരോ ടൈമിനായിരിക്കും ഇത് പൂക്കുക. നമ്മുടെ ഇവിടെ കണ്ടില്ലേ പൂക്കളിടുന്ന സ്പ്രിംഗ് സീസൺ എന്നൊക്കെ പറയാമല്ലേ, അപ്പോഴാണ് പൂവിടാറ്. നമ്മുടെ ഈ കൊച്ചു ബാൽക്കണിയിലെ വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് തരണം. അതുപോലെ ഈ പൂക്കൾ വേറെ ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ബാൽക്കണിയെ പറ്റിയോ നിങ്ങളുടെ ചെടികളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കാൻ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.